ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകേസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കലിയുഗത്തിലെ അവതാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ജഗന്നാഥൻ എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഈ യുഗത്തിലെ മാത്രമാണോ? അല്ല, അതായത് കൃതയുഗത്തിൽ, സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ഒരേപോലെ പ്രസക്തമായിട്ടുള്ള രൂപമാണ് ജഗന്നാഥൻ്റെ രൂപം. എങ്ങനെയാണ് ഈ രൂപത്തിനെ ആർക്കാണ് ആദ്യം കാണാൻ സാധിച്ചത്? സാക്ഷാൽ നാരദമുനിക്ക് തന്നെയാണ് കാണാൻ സാധിച്ചത് എന്നാണ്. ഭഗവാൻ, ദ്വാരകാധീശനായിട്ടുള്ള ഭഗവാൻ സദാസമയം വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകാന്തമായിട്ട് ഭഗവാൻ ഇരിക്കുന്ന സമയത്തും എപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ഭഗവാന്റെ ഈ ദുഃഖത്തിന് കാരണം എന്ത് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രുക്മിണീദേവി ചോദിക്കുന്നു ഭഗവാനോട്, ഭഗവാനെ, ഞങ്ങൾ അവിടുത്തെ സേവയിൽ ഒരു വിലോപം വരുത്തിയിട്ടില്ലല്ലോ, ഒരു ന്യൂനതയും വരുത്തിയിട്ടില്ലല്ലോ, അവിടുന്ന് എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. സദാസമയം രാത്രി മുഴുവൻ ആ ഉറങ്ങുന്ന സമയത്ത് ആ സ്വപ്നത്തിൽ പോലും ഭഗവാൻ വിലപിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കാരണം എന്തെന്ന് മനസ്സിലായില്ല. അപ്പോൾ അതിൽ ഭഗവാന്റെ പത്നിമാരിൽ ആരോ പറഞ്ഞു, രോഹിണി ദേവിക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കാം എന്നുള്ളത്. അപ്പോൾ രോഹിണി ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ രാധ രാധ എന്നിങ്ങനെ ഉച്ചരിക്കുന്നുണ്ട്. ആ ശബ്ദം മാത്രം കേൾക്കാനുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്തിനാണ് എന്നെ വൃന്ദാവനത്തിൽ നിന്നും പറഞ്ഞയച്ചത് എന്ന് ഭഗവാൻ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഭഗവാന്റെ പത്നിമാർക്ക് തോന്നി, ഈ വൃന്ദാവനവുമായിട്ട് എന്തോ ബന്ധപ്പെട്ട സംഭവമാണ് ഭഗവാനെ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത് എന്ന് തോന്നി. അതിന് എന്താണ് പരിഹാരം എന്ന് ആലോചിക്കുമ്പോഴാണ് രോഹിണി ദേവിയോട് ചോദിക്കാം എന്താണ് കാരണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായ ലീലകൾ മുഴുവൻ നടന്നത് വൃന്ദാവന ഭൂമിയിലാണ്. അതിനെ സ്മരിക്കുന്നു ഭഗവാന്റെ ലീലകളെല്ലാം നടന്നിട്ടുള്ളത് വൃന്ദാവനത്തിലാണ്. വൃന്ദാവനത്തിലെ സ്മരണകളാണ് ഭഗവാനെ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത് എന്നുള്ളത്. തിരിച്ചു പോകാൻ സാധിക്കാത്ത ആ ഒരു വിഷമാണ് ഭഗവാനെ എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ദ്വാരകയിൽ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, രോഹിണി ദേവി. ഇത് ഭഗവാന്റെ പത്നിമാർ മനസ്സിലാക്കി. ഭഗവാന്റെ പത്നിമാർ രോഹിണി ദേവിയോട് പറയുന്നു, ഞങ്ങൾക്ക് ഈ ഭഗവാന്റെ ഞങ്ങളുടെ ഭർത്താവിൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ രോഹിണി ദേവി പറഞ്ഞു, ഞാൻ പറയാൻ തയ്യാറാണ്, പക്ഷേ അങ്ങനെ ഞാൻ പറയുന്നു എന്നുണ്ടെങ്കിൽ അത് സുഭദ്രയോ ബലരാമനോ കൃഷ്ണനോ കേൾക്കാൻ പാടില്ല എന്ന് പറയാണ്. കാരണം സുഭദ്രയ്ക്ക് ചഞ്ചലമായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമോഷണലാവാന്നുള്ളൊരു സമ്പ്രദായം സുഭദ്രയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞാൽ കഥയ്ക്കൊരു വിചലനം വരും, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ വ്യത്യാസം വരും. അപ്പം സുഭദ്ര വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബലരാമൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിരിക്കും, പൊട്ടിക്കറിയും, ബഹളം കൊട്ടും. പിന്നെ ഭഗവാനാണെങ്കിൽ ഭഗവാന്റെ കൃഷ്ണൻ്റെ കാര്യം പറയേ വേണ്ട. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ ആൾ മഹാലസ്യപ്പെട്ട് വീഴും. അതുകൊണ്ട് ഇവർ 3 പേരും അറിയരുത് ഈ കഥ പറയണത് എന്ന് പറയണേ. അപ്പോൾ എന്ത് ചെയ്യണം? വലിയൊരു ഹാള്, ആ ഹാളിൽ ഇവിടെ വലിയൊരു സഭ അതാണ്. അവിടെ രോഹിണി ദേവി പ്രധാനമായിട്ട് കഥ പറയാനായിട്ട് തയ്യാറായിരിക്കുന്നു. ഭഗവാന്റെ പത്നിമാർ വസുദേവർ, ദേവകി ഇവരൊക്കെ കഥ കേൾക്കാൻ വളരെ ആനന്ദത്തോടുകൂടെ ഇരിക്കുകയാണ്. അപ്പോൾ സുഭദ്ര വഴിക്ക് വന്ന സമയത്ത് സുഭദ്രയോട് പറഞ്ഞു, ഇവിടെ ഭഗവാൻ ഇവിടെ വരുന്നത് തടഞ്ഞു നിർത്താൻ ഒരേ ഒരാൾ മാത്രമേ ദ്വാരകയിലുള്ളൂ. ആ ആളുടെ പേരാണ് സുഭദ്ര. സുഭദ്ര പറഞ്ഞാൽ ഭഗവാൻ പിന്നെ ആനങ്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ സുഭദ്രയോട് പറഞ്ഞു, സുഭദ്ര ഈ വാതിലിൻ്റെ പുറത്ത് നിൽക്കൂ, കൃഷ്ണൻ വരുന്നത് കണ്ടാൽ മുട്ടന്നെ കഥ നിർത്തണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാണ്. രോഹിണി അമ്മ കഥ പറയാൻ തുടങ്ങി.
വളരെ ഗംഭീരമായിട്ട് ഭഗവാന്റെ ആ യശോദാദേവിയായിട്ടുള്ള ദിവ്യമായിട്ടുള്ള വാത്സല്യത്തിൻ്റെ ലീലകൾ, പിന്നെ നികുഞ്ചത്തിലെ ലീലകൾ, രാധാറാണിയായിട്ടുള്ള ലീലകൾ, ഇതൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയെന്നാണ്. ഭഗവാനാണെങ്കിൽ സ്വധർമ്മസഭയിലാണ്. രോഹിണി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 3 പേര് കൂടി കളിച്ചോളൂ എന്നാണ് പറയണത്. അതായത് നിങ്ങൾക്ക് ഒരിക്കലും കളിക്കാനുള്ള അവസരം കിട്ടാറില്ലല്ലോ. അപ്പോൾ ഈ ബലരാമനും കൃഷ്ണനും സുഭദ്രയും കൂടി ഒന്നിച്ച് കളിച്ച് എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞിരുന്നോളൂ, ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് രോഹിണി ദേവി കഥ പറയാൻ പുറപ്പെട്ടത്. സുഭദ്രാദേവി ആ കവാടത്തിൻ്റെ മുന്നിലായിട്ട് സുഭദ്രാദേവി കഥ പോവാൻ പറഞ്ഞെങ്കിലും സുഭദ്രാദേവി പോണില്ല, അവിടെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ആ ലീലകൾ കേട്ട് 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 സുഭദ്രയ്ക്ക് മനസ്സിന് വല്ലാതെ വ്യത്യാസം വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനാണെങ്കിൽ ഭഗവാന്റെ കഥകൾ എവിടെ കേട്ടാലും അതാണ്, എവിടെയാണോ വൽഭക്തയത്ര ഗായന്തി തത്ത തിഷ്ഠാമി നാരദ എന്ന് പറയാറുണ്ട് ഭഗവാൻ. അതായത് എൻ്റെ കഥകൾ എവിടെ ഉണ്ടോ, എൻ്റെ നാമം എവിടെ ഉണ്ടോ അവിടെ ഞാൻ നിത്യസാന്നിധ്യം ഉണ്ടെന്നുള്ളത്. അപ്പോൾ സുധർമ്മ സഭയിലിരിക്കുന്ന ഭഗവാന് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറച്ചില്ല. അതുകൊണ്ട് ഭഗവാൻ ഈ കഥകൾ കേൾക്കാനായിട്ട് ഭഗവാൻ അവിടേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ആ സഭയുടെ കവാടത്തിന് മുന്നിലായിട്ട് ഒരാൾ ഇരിക്കണു. എന്തിനായി ഇരുത്തിയെന്നത് പോലും ഓർമ്മയില്ല. എല്ലാം മറന്നുകൊണ്ട് രൂപത്തിനൊരു വ്യത്യാസം വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് തൻ്റെ സഹോദരി എന്നെ മനസ്സിലാക്കാൻ കുറച്ച് പാടുപെട്ടു ഭഗവാൻ എന്നാണ്. ഭഗവാൻ അവിടെ നിന്നു. അപ്പോഴേക്ക് അന്വേഷിച്ച് ബലരാമനും വന്നു. 2 പേരും നിൽക്കണം. സ്വതവേ തന്നെ ഭഗവാൻ രാധാറാണിയുടെ വിരഹത്തിൽ ഉരുകിക്കൊണ്ടായിരിക്കുന്നത്. ബലരാമനും അതേപോലെ വൃന്ദാവനത്തിലെ സ്മരണയിൽ വിരഹവേദനയിൽ വെന്തുരുകിക്കൊണ്ടായിരിക്കുന്നത്. അതായത് ഈ സ്വർണം ഉരുകാൻ എത്ര കലോറി വേണം, അതിൻ്റെ ഒരു 10,000 ഇരട്ടി ശക്തിയിലാണ് ഭഗവാന്റെ മനസ്സ് ഉരുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഥകൾ വൃന്ദാവനത്തിലെ ഭഗവാന്റെ ലീലകളും കൂടി ഭഗവാൻ കേട്ടപ്പോഴേക്ക് ഭഗവാൻ അങ്ങോട്ട് രൂപത്തിന് വൈകല്യം സംഭവിച്ചു എന്നാണ് പറയണത്. ആ കൈകളൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞു, പിന്നെ കണ്ണുകളൊക്കെ വലിയ കണ്ണുകളായി, കാലുകളൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞു. എന്തിനു പറയണു, ഭഗവാൻ അങ്ങനെ സ്വർണ്ണമൊക്കെ അങ്ങനെ ഉരുകിക്കഴിഞ്ഞാൽ രൂപമില്ലേണ്ടാവുമല്ലോ, അതേപോലെ പെട്ടെന്ന് ഉരുകിയിട്ട് ദേവന്മാരൊക്കെ കാണുകയാണ്, ഈ കാഴ്ച കാണുകയാണ്. ഭഗവാനിപ്പോൾ ശ്രീകൃഷ്ണഭഗവാന്റെ രൂപമില്ലേണ്ടാവും, എന്ത് വേണമെന്ന് അവർ ആലോചിക്കുകയാണ്. ഒട്ടനെ നാരദ മഹർഷിയോട് പറഞ്ഞു, നാരദൻ ദ്വാരകയിൽ ചെല്ലൂ എന്ന് പറയാണ്. ദ്വാരകയിൽ ചെല്ലൂ, ഭഗവാനിപ്പോൾ ഉരുകിയിട്ട് ദ്രവമായിട്ട് മാറും, ഭഗവാന്റെ രൂപം തന്നെ ഇല്ലാതെയാവും, വേഗം ചെല്ലൂ ദ്വാരകയിലേക്ക് എന്ന് പറയാണ്. അപ്പോൾ നാരദ മഹർഷി വളരെ പെട്ടെന്ന് ദ്വാരകയിലെത്തിയതും സുധർമ്മയിൽ നോക്കിയ ഭഗവാൻ സുധർമ്മ സഭയിൽ ഭഗവാനെ കാണുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇവിടെ കഥകൾ പറയുന്നത് ആ സഭയിൽ വന്ന് നോക്കുക, അവിടെ ആ ഗോപുരത്തിൻ്റെ അടുത്ത് വന്ന് നോക്കുന്ന സമയത്ത് 3 രൂപങ്ങളായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത രൂപങ്ങളായിട്ടിരിക്കണു. അതായത് വൃന്ദാവനത്തിലെ ലീലകൾ കേട്ട് അതിൻ്റെ ആ ഒരു അതീന്ദ്രിയ ആനന്ദത്തിൽ രൂപഭേദം വന്നിട്ടുള്ള ഭഗവാനെ, ഉരുകിക്കൊണ്ട് ആ രൂപത്തിന് മാറ്റം വന്നിട്ടുള്ള ഭഗവാനെ, ഇതാണ് നാരദ മഹർഷി കാണുന്നത്. നാരദ മഹർഷി പറഞ്ഞു, ഈ രൂപം ഇങ്ങനെ തന്നെ എൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവണം, പിന്നെ ഈ ലോകത്തിന് എന്നും കാണാൻ ഭാഗ്യം ഉണ്ടാവണം ഈ രൂപം എന്ന് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി ആ രൂപത്തിനെ നമസ്കരിക്കുകയാണ്. ആ രൂപത്തിനെയാണ് നമ്മളുടെ ദാരു വിഗ്രഹമായിട്ട് ഇവിടെ ജഗന്നാഥൻ്റെയും പിന്നെ ബലരാമൻ്റെയും സുഭദ്രയുടെയും രൂപം ദാരു വിഗ്രഹമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നാണ്. അപ്പോൾ ജഗന്നാഥൻ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതീന്ദ്രിയമായ ആനന്ദത്തിൽ തൻ്റെ ശരീരത്തിലെ തൻ്റെ ഭാവങ്ങൾക്ക് തന്നെ വ്യത്യാസം വന്ന്, രൂപത്തിന് തന്നെ വ്യത്യാസം വന്ന് ഒക്കെ കൂടി വികലമായിരിക്കുന്ന രൂപം എന്നാണ്. കാരണം ഏത് ലഹരിയാണ് വൃന്ദാവനത്തിലെ ലഹരിയിലിരിക്കുന്ന ഭഗവാൻ, അതാണ് ഈ ജഗന്നാഥൻ്റെ വിഗ്രഹം എന്നാണ് പറയുന്നത്.